ഹലോ, ഇപ്പോൾ ഗീത ഗോവിന്ദിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിലറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥ തുടങ്ങിയാൽ വളരെ ചുരുക്കത്തിൽ കേൾക്കാം. അപ്പോൾ നമ്മുടെ അയ്യപ്പേട്ടനാണെങ്കിലും മാങ്ങ പറിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. അതായത് ഗീതുവിനോട് ഇന്ന് പ്രണയം തുറന്ന് പറയുമെന്ന് ഗോവിന്ദ് മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഗോവിന്ദ് നല്ല കുളിച്ച് സുന്ദര കുട്ടപ്പനായി റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് കുറേ പെർഫ്യൂം, നല്ലൊരു മണം ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ച് പെർഫ്യൂം ഇങ്ങനെ അടിച്ച് വാരി വിതറുകയാണ് സുഹൃത്തുക്കളെ. ഏതെല്ലോ കുറേ പെർഫ്യൂംസ് ഇങ്ങനെ അടിക്കുന്നുണ്ട്, കുറേ വിവിധ വെറൈറ്റി ആയിട്ടുള്ളത്. എന്നിട്ട് കണ്ണാടി നോക്കിയിട്ട് ഇങ്ങനെ ഐ ലവ് യു ഗീതു, ഐ ലവ് അയ്യേ ഇങ്ങനെ പറയില്ലേ, അയ്യേ ഇത് വേണ്ട അത് വേണ്ട, പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ കുറച്ച് പറഞ്ഞു നോക്കും. ഇതൊന്നും പോരാന്ന് പറയും. എന്നിട്ട് കുറച്ച് സാഹിത്യപരമായിട്ട് എന്തൊക്കെയോ പറയും, ഇത് വേണ്ട, ഇതിൽ കുറച്ച് സാഹിത്യം കൂടിപ്പോയി എന്ന് പറയും. അങ്ങനെ കുറച്ച് ട്രൈ ഒക്കെ നടത്തും. എന്നിട്ട് റൂം ഫ്രഷ്നർ അടിക്കും, പിന്നെ ബോഡി സ്പ്രേ അടിക്കും. അങ്ങനെ കുറേ പനിനീർ അതിൻ്റെ സ്മെല്ല് കുറച്ച് കുറവുണ്ടെന്നിട്ട് അതടിക്കും. അങ്ങനെ ആകെ മൊത്തം ഭയങ്കര സ്മെല്ലായിരിക്കും റൂമിൽ. പക്ഷേ ഗോവിന്ദനതൊന്നും തോന്നില്ല. എന്നിട്ട് ഗീതു പുറത്തുനിന്ന് ഇങ്ങനെ ആലോചിക്കും, ഇന്ന് എന്തായാലും എൻ്റെ പ്രണയം ഞാൻ തുറന്ന് പറയുമെന്ന് ഗീതു മനസ്സിൽ വിചാരിച്ചിട്ട് ഉള്ളിലേക്ക് വരുമ്പം തന്നെ ഇങ്ങനെ ഭയങ്കര ഇതെന്താ ഇത് സ്മെല്ല് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവൾ മൂക്ക് പൊത്തും. ഇത് ഭയങ്കര കുറേ സ്പ്രേ അടിച്ചതല്ലേ. എന്നിട്ട് ഗീതു വിചാരിക്കും, അതായത് കണ്ണേട്ടൻ മദ്യപിച്ചിട്ട് ആ മണം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് റൂം ഫുൾ സ്പ്രേ അടിച്ച് വെച്ചിരിക്കുന്നതാണെന്ന് ഗീതു ഇങ്ങനെ പറയും. അതിന് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ചെയ്തതെന്ന് ഇങ്ങനെ ഗോവിന്ദനോട് ചോദിക്കും. അപ്പോൾ ഗോവിന്ദ് പറയും, അങ്ങനെയല്ല, അതുകൊണ്ടല്ല. അപ്പം എന്നിട്ട് ഗീതു ഇങ്ങനെ ഊതെന്ന് ഇങ്ങനെ പറയും. എന്നിട്ട് മദ്യക്കുപ്പി എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചെന്നൊക്കെ ഇങ്ങനെ കുറേ പരതൊക്കെ ചെയ്യും. അപ്പോൾ ഗോവിന്ദ് പറയും, അതൊന്നും ഞാൻ മദ്യപിച്ചിട്ടില്ല, സത്യം എന്നൊക്കെ പറയും. എന്നിട്ട് ഊതിയിട്ട് മണം കിട്ടില്ല. അപ്പോൾ ഗീതു പറയും, ഇത് മണം കിട്ടാത്ത ഏതോ ഒരു സാധനം അടിച്ചിട്ടുള്ളത്, ഇനി കഞ്ചാവാണോ അടിച്ചിട്ടുള്ളതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. എന്നിട്ട് ഗീതു ദേഷ്യം പിടിച്ചിട്ട് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തേക്ക് പോയിട്ട് ബാൽക്കണിയിൽ പോയിട്ട് ഇങ്ങനെ ഇന്നത്തെ ഒരു മൂഡ് നശിപ്പിക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴത്തേക്ക് ഗോവിന്ദ് ഇങ്ങനത്തെ റൂമിൽ നിന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, എന്തൊക്കെ നടന്നാലും ഇന്ന് എൻ്റെ പ്രണയം ഞാൻ തുറന്ന് പറയും എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദും അവളുടെ ബാക്കിൽ തന്നെ പോകും. എന്നിട്ട് ഗീതുവിൻ്റെ തലയിൽ തൊട്ട് ഇങ്ങനെ സത്യമൊക്കെ ചെയ്യാൻ നോക്കും, ഞാൻ ഇന്ന് കുടിച്ചിട്ടില്ല, മദ്യപിച്ചിട്ടില്ല, സത്യം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ എന്തിനാ റൂം സ്പ്രേ അടിച്ചെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. എന്നിട്ട് അതൊന്നും പറയില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് ഗോവിന്ദ് പറയും. എന്നിട്ട് ഗോവിന്ദ് ഇങ്ങനെ തപ്പിത്തടഞ്ഞ് ഇങ്ങനെ കളിക്കും. ഗീതു എന്താന്നിങ്ങനെ ആദ്യം ചോദിക്കും. എന്തെങ്കിലും പറയണ്ട പറ എന്നൊക്കെ പറയും. എന്നിട്ട് ഗോവിന്ദ് ഇങ്ങനെ അത് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നന്ദി പറയാനാണെന്ന് പറയും. അപ്പോൾ നന്ദിയോ, അത് കുറേ പറഞ്ഞെന്നല്ലേന്ന് ഗീതു പറയും. അത് പിന്നെ പ്രിയയുടെ ആ ജ്യോതിഷൻ്റെ കാര്യം പറഞ്ഞില്ലേ, പോയി കണ്ടിട്ട് ദിവസം കണ്ടു എന്നൊക്കെ പറഞ്ഞില്ലേ, അതിന് വേണ്ടിയിട്ട് നന്ദി പറയാൻ വേണ്ടി വന്നതെന്നൊക്കെ പറയും. അപ്പോൾ ഗീതു പറയും, അതിൻ്റെ നന്ദിയൊന്നും എനിക്ക് വേണ്ടാന്നൊക്കെ ഇങ്ങനെ ഗീതു ആദ്യം പറയും. എന്നിട്ട് ഗീതു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കുറേ എന്താ ഗോവിന്ദേട്ടൻ ഇങ്ങനെ കളിക്കുന്നത്, എന്തെങ്കിലും പറയാമെന്നൊക്കെ പറയും. എന്നിട്ട് ഇതിനു വേണ്ടി എനിക്ക് വരം തരാൻ വന്നതാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഗോവിന്ദ് പറയും, ഞാൻ വരം തരുന്നല്ലേ ഉള്ളൂ, നീ ഒന്നും ചോദിക്കുന്നില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ഗീതു പറയും, സമയമാവട്ടെ, എല്ലാം കൂടി ഞാനൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ ഗോവിന്ദ് പറയും, എന്നാൽ പിന്നെ അതിപ്പം ചോദിച്ചൂടെ എന്ന് പറയും. എന്നിട്ട് ഇങ്ങനെ ഗീതു ഇങ്ങനെ രണ്ടാളും കൂടെ നാണത്തോടെ വെച്ചിട്ട് ഗോവിന്ദ് അത് പറഞ്ഞിട്ട് റൂമിലേക്ക് അങ്ങ് പോകും. ഗീതു ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കും, പറഞ്ഞാലോ, തുറന്ന് ചോദിച്ചാലോ, എനിക്കൊരു കുടുംബജീവിതം, എൻ്റെ പ്രണയം തുറന്ന് പറഞ്ഞാലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് അവളും റൂമിലേക്ക് പോകും, എന്തായാലും ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ രണ്ടാളും റൂമിലെത്തിയിട്ട് രണ്ടാളും പരസ്പരം ഇങ്ങനെ എന്താ പറയുക നോക്കും പറയാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും ഇന്നലെ കെട്ടിപ്പിടിക്കുന്ന ഒരു സീൻ കണ്ടില്ലേ പ്രൊമോയിൽ. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടാളെ ശരീരത്തു നിന്നും വേറൊരു സാധനം ഇങ്ങനെ, അതായത് പ്രതിബിംബം വന്നിട്ടില്ലേ ഗീതുവിൻ്റെ അതുപോലെ രണ്ടാളെ ശരീരത്തു നിന്നും അവർ രണ്ടാളും തന്നെ ഇറങ്ങി വരും. അവർ രണ്ടാളും കൂടെ കെട്ടിപ്പിടിക്കും. ആ സീൻ ഇവർ രണ്ടാളും കാണുന്നതുകൊണ്ട് നല്ലോണം ഭയങ്കര സന്തോഷമായിരിക്കും അവരൊക്കെ ഉണ്ടാക്കും. അതാണ് സംഭവം, അവരാണ് കെട്ടിപ്പിടിക്കുന്നത്. എന്നിട്ട് അതങ്ങോട്ട് മാഞ്ഞു പോവും. എന്നിട്ട് അവരിങ്ങനെ എന്താ പറയുക സന്തോഷത്തിൽ തന്നെ നിൽക്കും. എന്നിട്ട് ഗോവിന്ദ് ഇങ്ങനെ ഗീതയോട് ചോദിക്കും, നിൻ്റെ കിളി പറന്നു പോയോ, എങ്ങോട്ടെങ്കിലും പറന്നു പോയോ എന്ന് ചോദിക്കും. ഇപ്പോൾ ഗീത പറയും, പറന്നു പോയി, വേറൊരു കിളിയുടെ കൂടെ ഡുവറ്റ് പാടാൻ പോയി എന്ന് പറയും. അപ്പോൾ ഗോവിന്ദനത് കേട്ടപ്പോൾ വേറൊരു കിളിയുടെ കൂടെ ഡുവറ്റ് പാടാൻ പോയി, അതിനർത്ഥം അവൾ വേറെ ആരുടെ കൂടെയോ ജീവിക്കണം എന്നല്ലേ, അല്ലെങ്കിൽ അവളുടെ സ്വപ്നം നിറവേറ്റാൻ പോകുന്നു എന്നാണോ എന്നൊക്കെ പറയും. എന്നിട്ട് മനസ്സിലിങ്ങനെ ഇനി എന്തായാലും വേണ്ടില്ല, റിജക്റ്റ് ചെയ്താലും വേണ്ടില്ല, ഇനി ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ വയ്യ, തുറന്ന് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദനെ തുറന്ന് പറയാൻ വേണ്ടി പോവും. അപ്പോൾ ഗീതു ഇപ്പുറത്തുനിന്ന് മനസ്സിൽ വിചാരിക്കും, എന്തായാലും വേണ്ടില്ല, ഇന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടി ഇങ്ങനെ തിരിഞ്ഞിട്ട് ഒരേ ടൈമിങ്ങിൽ പറയാൻ വേണ്ടി നോക്കും.
അപ്പം ഗീതു ഇങ്ങനെ ചോദിക്കും, കണ്ണേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ ഗീതുവിനോട് ഗോവിന്ദൻ ചോദിക്കും, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ രണ്ടാളും പറയും, ഉണ്ട് പറയാനുണ്ട് എന്ന് പറയും. എന്നിട്ട് ഗീതു നീ ആദ്യം പറയാമെന്ന് ഗോവിന്ദ് പറയും. അപ്പോൾ ഗീതു പറയും, വേണ്ട കണ്ണേട്ടൻ ആദ്യം പറയാമെന്ന് പറയും. അപ്പോൾ കണ്ണേട്ടൻ പറയും, ഓക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയാൻ വേണ്ടി ഇങ്ങനെ തയ്യാറെടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ നല്ല തണുപ്പ് എന്ന് പറയും. അപ്പോൾ ഗീതു പറയും, ഇതാണോ പറയേണ്ടത്? അപ്പോൾ ഗോവിന്ദ് വീണ്ടും പറയും, ഇതല്ല എന്ന് പറയും. ഇങ്ങനെ പറയാൻ വേണ്ടി നോക്കുമ്പം ഡോറ് മുട്ടും, നമ്മുടെ അയ്യപ്പേട്ടൻ ഡോറ് മുട്ടും. അപ്പോൾ ആരോ വന്നു, തുറക്കാതെ പറ്റില്ലല്ലോ എന്നൊക്കെ അവരിങ്ങനെ തമ്മിൽ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ഉറങ്ങിയോ എന്ന് പുറത്തുനിന്ന് ഇങ്ങനെ ചോദിക്കും അയ്യപ്പേട്ടൻ, ഉറങ്ങിയോ, ഹലോ ഗീതു മോളെ എന്നൊക്കെ ഇങ്ങനെ വിളിക്കും. എന്നിട്ട് അവർ തുറക്കും, അയ്യപ്പേട്ടനെ അല്ലേ അത് എന്നിട്ട് തുറക്കും. അയ്യപ്പേട്ടനൊരു ചാക്ക് മാങ്ങയായിട്ട് ഇങ്ങ് വരും. എന്നിട്ട് ഇങ്ങനെ പറയും, ഇത് ഗീതു മോക്കുള്ളതാന്ന് പറഞ്ഞിട്ട് കേട്ടോ മാങ്ങാന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അപ്പോൾ ഗീതു ആണെങ്കിൽ കണ്ടപ്പോൾ തന്നെ അത് മാങ്ങാന്ന് പറഞ്ഞിട്ട് കടിച്ച് തിന്നും. ഗോവിന്ദ് ഇങ്ങനെ എന്തായതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഗീതുമോളുടെ ആഗ്രഹം തീർക്കാനാണ് ഇത്. ഗീതുമോളെ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാങ്ങ തന്നെ ഒരു മാവ് തന്നെ ഇങ്ങ് വാങ്ങി, ഇപ്പോൾ കുറച്ചേ പറിച്ചുള്ളൂ, ഇപ്പോൾ ആവശ്യത്തിന് മാത്രമേ പറിച്ചുള്ളൂ, ഇനി നമുക്ക് പറിക്കാമല്ലോ, വേണ്ടുമ്പോൾ പറിക്കാമല്ലോ എന്ന് പറയും. അപ്പം അവർക്കൊന്നും അതൊന്നും പിടികിട്ടിയില്ല. ഗീതുവിൻ്റെ ആഗ്രഹം തീർക്കാനോ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഒരു കുഞ്ഞിക്കാലും ഇപ്പം വരുന്നൊക്കെ പറഞ്ഞപ്പോൾ കൊച്ചു കള്ളൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അയ്യപ്പേട്ടൻ ഇങ്ങനെ പറയും. ഗീതമൊക്കിപ്പോൾ ഇങ്ങനെയുള്ള ആഗ്രഹമെല്ലാം ഉണ്ടാവും, ഗർഭിണികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാവും എന്ന് പറയും. അപ്പോൾ രണ്ടാക്കും കൂടെ പിടികിട്ടും, ഗർഭിണിയാന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ടിങ്ങനെ മോള് കഴിച്ചോ, ഉണ്ടാക്കിയവൻ കഴിപ്പിച്ചോന്നും കൂടെ പറയും. അങ്ങനെ അതവിടെ പറഞ്ഞിട്ട് അയ്യപ്പേട്ടൻ അങ്ങോട്ടേക്ക് പോകും. അയ്യപ്പേട്ടൻ പോകുന്നത് നമ്മുടെ രാധികാമ്മ കാണും. എന്നിട്ട് എന്താ ഗീതവും ഗോവിന്ദും അയ്യപ്പേട്ടനും തമ്മിൽ എന്താ ചർച്ച എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അയ്യപ്പേട്ടൻ പറയും, ചർച്ചയൊന്നുമല്ല, ഗീതമ്മക്കൊരാഗ്രഹം പച്ചമാങ്ങ കഴിക്കണമെന്ന്. ഈ സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യപ്പേട്ടൻ അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ രാധികാമ്മ കൺഫേം ആക്കും അത് ഗർഭിണിയാണെന്നുള്ള കാര്യം. കണ്ണിന് കുട്ടികളോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ രാധികാമ്മ ഭയങ്കര അപ്സെറ്റാവും. പിന്നെ റൂമിൽ നടക്കുന്നത് അത് കേട്ടിട്ട് ഇങ്ങനെ ഗീത് ഭയങ്കര ഇതാവും. നിങ്ങൾ എന്തായി കാണിച്ചാൽ നിങ്ങൾ ആ സമയത്ത് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് അവരെല്ലാം തെറ്റിദ്ധരിച്ചതെന്ന് പറയും. അപ്പോൾ കണ്ണേട്ടൻ പറയും, നീ പച്ചമാങ്ങ ചോദിച്ചത് കൊണ്ടാണ് അതിനൊക്കെ കാരണം, ഈ തെറ്റിദ്ധാരണയൊക്കെ കാരണം നീയാണ് കാരണം എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ പ്രൊമോയിൽ കാണുന്ന പോലെ തന്നെ ലോകത്തിലെ എന്താ പറയുക, സ്വന്തം ഭാര്യയ്ക്ക് ഗർഭം ഉണ്ടാക്കി നടക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഭർത്താവ് നിങ്ങളായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ ഈ ഗർഭത്തിന് ഉത്തരവാദി നിങ്ങളാണെന്നൊക്കെ പറയും. അപ്പോൾ കണ്ണേട്ടൻ പറയും, ഇതെൻ്റെ ഗർഭമല്ല, എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടാളും കൂടെ കുറച്ച് തമ്മിൽ അടി ചെയ്യും. അപ്പോൾ എന്നിട്ട് ഗീതു അങ്ങനെ പറഞ്ഞിട്ട് കിടന്നുറങ്ങും. എന്നിട്ട് ഗോവിന്ദ് പറയും, ഇവളെന്തായി പറഞ്ഞത്, അതായത് ലോകത്തിലെ ആദ്യ ഭർത്താവ് എന്നല്ലേ സ്വന്തം ഭാര്യയ്ക്ക് ഗർഭം ഉണ്ടാക്കിയത്, സത്യത്തിൽ ഭാര്യയ്ക്ക് ഗർഭമുണ്ടാക്കുന്ന ഭർത്താവ് തന്നെ ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ അവനിങ്ങനെ ഒന്ന് ചോദിച്ചേക്കാന്ന് പറഞ്ഞിട്ട് പിന്നെയും ഗീതുവിൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ ഗീതു ആണെങ്കിൽ എന്താണെന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ ഗോവിന്ദ് പറയും, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കും. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാധികാമ്മ നേരെ വരുണിനെ കോൾ ചെയ്യും. വരുണാണെങ്കിൽ സുവർണയുടെ കൂടെ തന്നെയുണ്ട്. വരുണ് കോൾ ചെയ്തിട്ട് ഇങ്ങനെ പറയും, നമ്മൾ ഭയന്ന പോലെ തന്നെ സംഭവിച്ചു, ഗീതു പ്രഗ്നൻ്റ് ആണെന്ന് പറയും. അപ്പോൾ തന്നെ വരുണും നമ്മുടെ സുവർണയ്ക്ക് ഞെട്ടിക്കൊരു തിരിച്ചിട്ടുണ്ട്. വരുണ് പറയും, ഗീതു പ്രഗ്നൻ്റോ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ എന്നിട്ട് രാധികാമ്മ പറയും, ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി ഈ കണ്ട സ്വത്തുക്കളൊക്കെ അനുഭവിക്കാൻ പോകുന്നുണ്ട്, ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും സന്തതി പരമ്പരകളായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷനാകും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.